അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ, 51 മുതൽ 56 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. ഹേ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും നിങ്ങൾ എന്തു പ്രവർത്തിക്കുന്നുവോ അതിനെപ്പറ്റി ഞാൻ അറിയുന്നവനാകുന്നു. وَإِنَّ هَذِهِ أُمَّتُكُمْ أُمَّةً وَاحِدَةً وَأَنَا رَبُّكُمْ فَاتَّقُونِ. നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാൻ നിങ്ങളുടെ റബ്ബുമാകുന്നു. ആകയാൽ നിങ്ങൾ എന്നോട് ഭക്തി കാണിക്കുവിൻ. അതായത് ഇതായിരുന്നു എല്ലാവരോടും കൽപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവർ, അതായത് ജനങ്ങൾ, തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമായി മുറിച്ചെടുത്തു കളഞ്ഞു. ഓരോ കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളതുകൊണ്ട് സംതൃപ്തരാണ്. ഒരേ റബ്ബിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ച് അവന്റെ ഏകമതം സ്വീകരിച്ച് ഏക സമുദായമായി കഴിയേണ്ട മനുഷ്യർ വിഭിന്ന കക്ഷികളായി തീർന്നു. മാത്രമല്ല, ഓരോ കക്ഷിയും തൻ്റേതാണ് ശരിയെന്ന് കരുതി തൃപ്തി അടയുകയും ചെയ്തു. സൂറത്തുൽ അംബിയായിൽ ഏതാണ്ട് ഇതുപോലെ 92-93 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അതിന്റെ വിവരണത്തിൽ വായിച്ച സംഗതികൾ ഇവിടെയും ഓർമ്മിക്കുക. അത്വയ്യിബാത്ത് എന്ന വാക്കിനാണ് വിശിഷ്ട വസ്തുക്കൾ എന്ന് അർത്ഥം കൊടുത്തത്. നല്ലത്, ഹൃദ്യമായത്, പരിശുദ്ധമായത്, വിശിഷ്ടമായത് എന്നൊക്കെ അതിന് അർത്ഥം വരാം. വിരോധിക്കപ്പെട്ടിട്ടില്ലാത്തതും മ്ലേച്ഛമല്ലാത്തതും ഹൃദ്യമായതുമായ വസ്തുക്കൾ ഭക്ഷിച്ചു കൊള്ളുവാൻ എല്ലാ റസൂലുകളോടും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ആയത്തിന്റെ താല്പര്യം. മതത്തിൽ അനുവദിക്കപ്പെടാത്ത, അതായത് ഹലാലല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ അത് എത്ര നല്ലതായിരുന്നാലും ശരി ഉപയോഗിക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നതിനുള്ള ഒരു ഉപാധിയാണെന്നു കൂടി ആയത്തിന്റെ ഘടനയിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. താഴെ കാണുന്ന ഹദീസുകളിൽ നിന്ന് അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യാം. عن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة لحم نبت من سحت وكل لحم نبت من السحت كانت النار أولى به. അഹ്മദ് വദ്ദാരിമി വൽബൈഹഖി. സാരം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഹറാമായ, അതായത് വിരോധിക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് വളർന്നുണ്ടായ മാംസം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഹറാമിൽ നിന്ന് വളർന്നുണ്ടായ എല്ലാ മാംസത്തിനും കൂടുതൽ അർഹതയുള്ളത് നരകത്തിനാകുന്നു. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أيها الناس إن الله طيب لا يقبل إلا طيبا وإن الله أمر المؤمنين بما أمر به المرسلين فقال يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم وقال يا أيها الذين آمنوا كلوا من طيبات ما رزقناكم ثم ذكر الرجل يطيل السفر أشعث أغبر ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام يمد يديه إلى السماء يا رب يا رب
ഫഅന്ന യുസ്തജാബു ലഹു. മുസ്ലിം വതുർമുദി വഗൈറുഹുമ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഹേ മനുഷ്യരെ, അള്ളാഹു വിശിഷ്ടനാകുന്നു. വിശിഷ്ടമായതിനെയല്ലാതെ അവൻ സ്വീകരിക്കുകയുമില്ല. നിശ്ചയമായും അവൻ മുർസലുകളോട് കൽപ്പിച്ചത് പ്രകാരം തന്നെ സത്യവിശ്വാസികളോടും കൽപ്പിച്ചിട്ടുണ്ട്. മുർസലുകളോട് അവൻ ഇങ്ങനെ പറയുന്നു: ഹേ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയുന്നവനാകുന്നു. സത്യവിശ്വാസികളോട് അവൻ പറയുന്നു: ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുവിൻ. പിന്നീട് തിരുമേനി പറയുകയാണ്: മനുഷ്യൻ ജടമുടിയും പൊടിയാടിയും കൊണ്ട്, അതായത് മുഷിഞ്ഞു മിനക്കെട്ട് ദീർഘയാത്ര ചെയ്യുന്നു. അവന്റെ ഭക്ഷണമാകട്ടെ ഹറാമായിരിക്കും, പാനീയവും ഹറാമായിരിക്കും, വസ്ത്രങ്ങളും ഹറാമായിരിക്കും. അവൻ ഹറാമു കൊണ്ട് വളർത്തപ്പെടുകയും ചെയ്തിരിക്കും. അവൻ ആകാശത്തേക്ക് കൈകൾ നീട്ടി, അതായത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും: എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ എന്ന്. എന്നാൽ അതിന് അവന് എവിടെ നിന്ന് ഉത്തരം കിട്ടുവാനാണ്? ഈ ഹദീസിൽ ഉദ്ധരിച്ച പ്രവാചകന്മാരോടുള്ള കൽപ്പന നമ്മുടെ 51-ാം വചനം തന്നെ. സത്യവിശ്വാസികളോടുള്ള കൽപ്പന സൂറത്തുൽ ബഖറ 172-ാം വചനമാകുന്നു. അതിന്റെ ബാക്കി ഭാഗം വഷ്കുറു ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോട് നന്ദി കാണിക്കുകയും ചെയ്യുവിൻ എന്നാകുന്നു. എത്ര ഗൗരവമേറിയ കൽപ്പനയാണിതെന്ന് ആലോചിച്ചു നോക്കുക. മുസ്ലിം സഹോദരന്മാരെ, ചിന്തിക്കുക. നമ്മുടെ ഇന്നത്തെ നിലയൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലാകട്ടെ ഇതര വസ്തുക്കളിലാകട്ടെ ഹറാമിന്റെ കലർപ്പും പാപത്തിന്റെ കറയും കലരാത്തവരായി നമ്മിൽ എത്ര പേരുണ്ടായിരിക്കും? മിക്കവാറും ആളുകൾക്ക് ഇക്കാര്യത്തിൽ ഇന്ന് വല്ല നിഷ്കർഷയുമുണ്ടോ? ഹോ സങ്കടം! അതുമാത്രമോ, നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഹറാമോ ഹലാലോ എന്ന് ചിന്തിക്കുക എന്നത് ഇന്നൊരു പ്രശ്നം പോലും അല്ലാതായിരിക്കുകയാണ്. നമ്മുടെ സാമുദായിക വശമെടുത്തു നോക്കിയാലോ, അവർ തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമാക്കി. ഫതഖത്തഉ അംറഹും ബൈനഹും എന്ന് 53-ാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ച അതേ നിലപാട് തന്നെ. ഇതര സമുദായങ്ങളുടെ കഥ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നാം ഇന്ന് എത്ര കക്ഷികളായി പിരിഞ്ഞു, എത്രയായി പിരിയുന്നു. ഓരോ കക്ഷിയും മറ്റേ കക്ഷിയുമായി എത്രമാത്രം ഭിന്നിപ്പിലും വൈര്യത്തിലുമാണുള്ളത്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ചര്യയും നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൈവശം തന്നെയുണ്ട്. എന്നിട്ടും അവയെ അവലംബിക്കാതെ ഓരോ കക്ഷിയും തന്റെ കക്ഷിയുടേത് മാത്രമാണ് ശരിയെന്ന് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ശഠിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം സമുദായമേ, നമുക്കുള്ളത് ഒരേ റബ്ബ്, ഒരേ നബി, ഒരേ വേദഗ്രന്ഥം, ഒരേ മതം, ഒരേ ഉന്നം, ഇവയാണല്ലോ. സമുദായമേ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഈ ഖുർആൻ വാക്യങ്ങൾ നീ കാണുന്നില്ലേ, വായിക്കുന്നില്ലേ, അവയെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവേ, മുസ്ലിം സമുദായത്തിന് സൽബുദ്ധി തോന്നിച്ചാലും ആമീൻ. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഭിന്ന കക്ഷികളെയെല്ലാം യാതൊരു നടപടിയും എടുക്കാതെ അള്ളാഹു വെറുതെ വിട്ടുകളയുമെന്ന് ആരും ധരിക്കരുതെന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു. ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ. അതായത് നബിയെ, കുറച്ചു കാലം വരെ അവരെ അവരുടെ വിഡ്ഢിത്തത്തിലായി വിട്ടേക്കുക. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. അവർ വിചാരിക്കുന്നുണ്ടോ ധനവും മക്കളുമായി നാം അവർക്ക് സഹായം നൽകുന്നത്? നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. നന്മകളുടെ കൂട്ടത്തിൽ അവർക്ക് നാം ബന്ധപ്പെട്ട് നൽകുകയാണെന്ന്, പക്ഷേ അതൊരു പരീക്ഷണം മാത്രമാണെന്ന
അതായത് പരമാർത്ഥം അവർ ഗ്രഹിക്കുന്നില്ല. സാരം: നാം അവർക്ക് പല നന്മകളും ചെയ്യുവാൻ തയ്യാറാണ്. തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ, മക്കൾ മുതലായവയെല്ലാം അതിലേക്ക് മുൻകൂറായി നേരത്തെ വന്നു കിട്ടിയതാണ്. ഇനിയും വർദ്ധിച്ച നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെയുള്ള ഒരു ഭാവമാണ് അവരിൽ പ്രകടമാകുന്നത്. വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. അതെല്ലാം വെറും പരീക്ഷണങ്ങളാണ്. അവർക്ക് നേരിടുവാനുള്ള യഥാർത്ഥ അനുഭവങ്ങൾ വരുന്ന കാലം ഇതാ അടുത്തായിരിക്കുന്നു. അതുവരെ അവരുടെ അജ്ഞതാന്ധകാരത്തിലും അശ്രദ്ധയിലും അവർ മുഴുകി നടന്നുകൊള്ളട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം റിവായത്ത് ചെയ്യപ്പെടുന്നു: അള്ളാഹു നിങ്ങൾക്കിടയിൽ ഉപജീവന മാർഗങ്ങൾ വിഹിതിച്ചു തന്നിട്ടുള്ളതുപോലെ നിങ്ങൾക്കിടയിൽ സ്വഭാവങ്ങളും അവൻ വിഹിതിച്ചു തന്നിരിക്കുന്നു. അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും അവൻ ദുനിയാവ്, അതായത് ഐഹിക സുഖം കൊടുക്കുന്നു. എന്നാൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ ദീൻ, അതായത് മതനിഷ്ഠ കൊടുക്കുന്നതല്ല. അള്ളാഹു ആർക്ക് ദീൻ കൊടുത്തുവോ അവനെ അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു.